ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടും പക്ഷേ എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു വലിയ കിളിമീനാണ്. ഇത് രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി ചെറുനാരങ്ങ, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. പൊടികളായിട്ട് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ഇത്രയും ചേരുവകളാണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ചേരുവകളൊക്കെ ഒന്ന് നന്നായി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ചേർക്കാതെ ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം കുറച്ച് മാത്രം, ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് ചേർക്കാം. എന്നിട്ട് ഈ വരഞ്ഞു വെച്ച മീനിൽ വരഞ്ഞു വെക്കുന്നത് നന്നായി മസാല ഉള്ളിൽ പിടിക്കാനാണ്. ഈ വരഞ്ഞു വെച്ച മീനിൽ ഈ നമ്മൾ അരച്ചെടുത്ത ചേരുവകളുടെ ഈ ഒരു മിക്സ് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു വരയിലൊക്കെ നന്നായി ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കാം. ഏത് മീനായാലും ഈ ഒരു റെസിപ്പി വെച്ച് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആവോലി, കരിമീൻ പോലുള്ള മീനുകളിൽ നമുക്ക് ഇതേ റെസിപ്പി ട്രൈ ചെയ്യാം. ഇനി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു മസാല നന്നായി ഈ ഒരു മീനിൽ പിടിക്കുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഈ ഒരു മീൻ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ടേക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു മീൻ ഇതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ മസാല ഇട്ട് വെച്ച മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇഞ്ചി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഞ്ചിയുടെ അളവ് കൂടിയാൽ ഈ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു മസാലയൊക്കെ ഈ ഒരു എണ്ണയിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഞ്ചി ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറിയ തീയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 ഭാഗവും, വലിയ മീനായതുകൊണ്ട് തന്നെ 2 ഭാഗവും ഒന്ന് വെന്ത് കിട്ടാനും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ ഒന്ന് 2 വശവും നന്നായി മുരിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 4-5 കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒന്നുകൂടി കൂടുന്നതാണ് ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുത്താൽ. സാധാരണ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടാനാണ് ഈ ലാസ്റ്റ് ഈ ഒരു വെന്ത് വരുമ്പോൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഈ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഇതാ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.